ശ്രീ മണിയമ്പിള്ള രാജു നടൻ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ മണിയമ്പിള്ള രാജു, വളരെ അടുത്ത ബന്ധമാണ് താങ്കളും ശ്രീനിവാസനുമായി ഉണ്ടായിരുന്നത് എന്നറിയാം. എങ്ങനെയാണ് അത് ഓർത്തെടുക്കുന്നത് ശ്രീനിവാസനെ? ഞാൻ എൻ്റെ ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലെ ഒരാളാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ സിനിമ വന്നവരാണ്. 1975 പുള്ളി ചേംബർ ഇന്നും ഞാൻ അടയാള സിനിമ പാസ്സായി വന്നപ്പോൾ അന്ന് തൊട്ടുള്ള പരിചയവും ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി എൻ്റെ വെള്ളാനകളുടെ നാട് തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം പുള്ളിയാണ് തിരക്കഥ എഴുതിയത്. പിന്നെ പുള്ളി തിരക്കഥ എഴുതിയ ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ തന്നെ പുള്ളി നായകനാക്കി അക്കരെ എന്നൊരു മരം എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി ഞങ്ങൾ തമ്മിലൊരു നല്ല സുഹൃത്ത് ബന്ധം. എന്ത് തമാശ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, പുള്ളി ഇങ്ങോട്ട് പറയും. തമാശകൾ കേട്ടാൽ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ രാവിലെ ഈ ന്യൂസ് ഞെട്ടിപ്പിക്കുന്നതായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രീനിവാസന് ഞാൻ ഫോണിൽ കൂടെ ഈ അടുത്ത കാലത്ത് സംസാരിക്കാൻ പറ്റില്ല. കാര്യം ഒരു ക്ലാരിറ്റി കുറവുകൊണ്ട് ബുദ്ധിമുട്ടുമാണ് പുള്ളിക്ക്. ഞാൻ നേരിട്ട് കണ്ടാണ് സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ മാളയിലാണുള്ളത് ഷൂട്ടിംഗ് വന്നത്. അപ്പൊ ഞാൻ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു പുള്ളി. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് പുള്ളിക്ക് ഒരു ടോയ്ലറ്റിൽ വീഴാൻ തോന്നിയിട്ട് ഒരു ഫ്രാക്ചർ എന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് കാണാനായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ ഈ ന്യൂസ് വന്നത്. എന്തായാലും അങ്ങോട്ട് പോകണം. എന്തായാലും വലിയ വിഷമമായിരുന്നു നമുക്കത്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പെട്ടു. ഓക്കെ, ശരി. ശ്രീ മണിയമ്പിള്ള രാജു, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. വെള്ളാനകളുടെ നാട് നമുക്കറിയാം, മലയാളത്തിൽ ഇറങ്ങിയ എണ്ണം പറഞ്ഞ കാലിക പ്രസക്തി ഉണ്ടായിരുന്ന, കൃത്യമായ നിശ്ചിതമായ വിമർശനം, നമ്മുടെ സംവിധാനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ സിനിമകളിലൊന്ന് വെള്ളാനകളുടെ നാട് എന്ന സിനിമ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചു എന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അതിലെ ഓരോ കഥാപാത്രവും ഓരോ ഇൻസിഡൻസും ഓരോ മലയാളിയും ഓർത്തെടുക്കുന്ന ഒന്നാണ്. കാരണം ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയി ഇപ്പോഴും സോഷ്യൽ മീഡിയ തരംഗത്തിലും പിന്നീട് ടി വിയൊക്കെ കടന്നു വന്നപ്പോഴും ഏറ്റവും അധികം ജനത്തെ ആകർഷിക്കുന്ന ശ്രീനിവാസൻ സിനിമകളുടെ സീനുകൾ ഉപയോഗിച്ച് ട്രോളുകൾ സൃഷ്ടിക്കപ്പെടുന്ന വലിയൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ശ്രീനിവാസൻ സിനിമകളുടെ നിലനിൽപ്പുണ്ടാകും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഓരോ രംഗങ്ങളും മലയാളിയെ കുടുകുട ചിരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും സന്ദേശം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തലയ്ക്ക് അടിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ആ തരത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സന്ദേശമെന്ന സിനിമ ഇപ്പോഴും ഏറെ പ്രസക്തമായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സന്ദേശത്തിലെ ഓരോ സീനുകളുമാണ് മലയാളി ചർച്ച ചെയ്യുന്നതും ട്രോളുകളായി ആസ്വദിക്കുന്നതും മറ്റും. അതിലൊക്കെ ഏറെ പ്രത്യേകതയുള്ള ശങ്കരാടിയൊക്കെ ചെയ്ത കഥാപാത്രം, ജയറാമിൻ്റെയും ശ്രീനിവാസൻ്റെയും കഥാപാത്രമൊക്കെ ഏറെ നമ്മളിപ്പോഴും കണ്ട് ആസ്വദിക്കുന്ന സീനുകളാണ്. ശ്രീ അശോകൻ നടൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അശോകൻ, താങ്കൾ ഈ ചേർത്ത് വെക്കാനുള്ള അനുഭവങ്ങൾ? ഞങ്ങൾ ഒരു 1981 മുതൽ യവനികമാനുള്ള ഒരു അടുപ്പവും ഒക്കെയാണ് ഞങ്ങൾ തമ്മിൽ. അത് 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ ദീർഘമായിട്ടുള്ള ഒരു പരിചയം ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം കാണുമ്പോഴൊക്കെ വളരെ തമാശ പറയും, ഓരോ കാര്യങ്ങളൊക്കെ വളരെ രസകരമായ ധാരാളം കാര്യങ്ങൾ പറയുകയും ഒക്കെ വളരെ നർമ്മഭാവനയുള്ള ഒരാളായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയെ കൂടി നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത സിനിമകൾ, സംവിധാനം ചെയ്ത സിനിമകളെല്ലാം വളരെ ഗംഭീര സിനിമകളായിരുന്നു. അഭിനയമാണെങ്കിൽ ഇച്ചിരി മലയാള സിനിമയ്ക്ക് വളരെ ചേഞ്ച് ഉണ്ടാക്കിയ താരങ്ങളിലൊരാളാണ്. അന്ന് താരമായിട്ടല്ല വന്നെങ്കിലും പിന്നീട് താരമായി അദ്ദേഹം. അത് നമ്മുടെ നായക സങ്കല്പത്തിന് ഒക്കെ ഒരു അതെല്ലാം തിരുത്തി കുറിച്ചിരുന്നവരായിരുന്നു ശ്രീനിവാസൻ. പിന്നെ അതായത് അങ്ങനെ ഒരുപാട് സിദ്ധിയുള്ള ഒരാളാണ്. കുറച്ച് നാളായിട്ട് സുഖമില്ലായിരുന്നപ്പോ തന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു നാൾക്കും ഒരു ഫംഗ്ഷൻ ഒരുമിച്ച് കണ്ടതാണ്. അപ്പൊ ആരോഗ്യത്തിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. സംസാരമൊക്കെ അവസാന കാലത്ത് ഇച്ചിരി സംസാരമൊക്കെ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അത് കേൾക്കുമ്പോഴും ഒന്നും വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരോഗ്യത്തോടെ കണ്ട അവസാനം ഒരു എയർപോർട്ടിൽ വെച്ചായിരുന്നു. ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലാണ് കണ്ടത്. അന്നും കുറെ തമാശകളൊക്കെ പറഞ്ഞു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നു മാനസികമായിട്ട് ഞങ്ങൾ തമ്മിൽ. ഇതിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. അത് സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടം തന്നെയാണ്. വാസ്തവത്തിൽ സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് നഷ്ടമാണ്. വലിയൊരു കലാകാരനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ അശോകനാണ് ശ്രീനിയെ ഓർത്തെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട ശ്രീനിവാസൻ്റെ ഈ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എപ്പോഴും കൗതുകമുണർത്തുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതാണ്. അതിലൊന്നാണ്, നല്ലതല്ലെന്ന കാരണത്താൽ ചെയ്തിട്ടില്ലാത്ത 500 സിനിമകളാണ് താൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന. എന്താണ് താങ്കൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന
എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീമതി മല്ലിക സുകുമാരൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി മല്ലിക സുകുമാരൻ, ഒരുപാട് ഓർത്തെടുക്കാനുണ്ടാകും ശ്രീനിവാസനെ കുറിച്ച് അല്ലേ? അയ്യോ, ഒരുപാട് ഓർത്തെടുക്കാന്ന് മാത്രമല്ല പലതും ജീവിതത്തിൽ മാതൃകയാക്കണം വരെ പറഞ്ഞിട്ടുണ്ട്. സിനിയേട്ടന്റെ കഥകളും സിനിമകളും എല്ലാം. കാരണം ഇന്നേ വരെ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു സിനിമ കാണുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയായിട്ട് നമുക്ക് തോന്നാറില്ല. ഒരു സിനിമ സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല നമുക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന, നമ്മുടെ സമൂഹം, ഒരുപക്ഷെ നമ്മളിൽ തന്നെ ഒരാള് അതിലൊരു കഥാപാത്രമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശരിക്കും ഒരു റിയലിസ്റ്റിക് സംഭവം, ഒട്ടും നാടകീയതയില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക, അതൊരു വല്ലാത്തൊരു കഴിവായിരുന്നു. ശ്രീനിയേട്ടനൊക്കെ പോവുകയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു തീരാനഷ്ടം മലയാള സിനിമയ്ക്ക്. അല്ലാതെ ഒരു 10-80 വയസ്സ് വരെ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചു, അത് വേറെ കാര്യം. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകള് സജീവമായിട്ട് നിന്നിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞ അതൊക്കെ ചെറുപ്പക്കാർക്ക് ഒരു വലിയ വഴികാട്ടിയായിരുന്നു. ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം. സന്ദേശം എന്നൊക്കെ പറഞ്ഞ സിനിമ ആലോചിച്ച് നോക്കൂ. 2 പാർട്ടിയിൽ വിശ്വസിക്കുന്ന 2 മക്കളുടെ ഒരു അച്ഛന്റെ ഒരു നിവർത്തികേട്. അവസാനം അമ്മയ്ക്ക് അസുഖമായിട്ട് വന്നപ്പോ ശരിക്കും അത് എനിക്ക് എന്നും ഞാൻ വിചാരിക്കുമോ സീനിയേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുറെ സബ്ജക്ട്സുകൾ എഴുതിയിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു യുവതലമുറ അവരുടെയൊക്കെ പടങ്ങളൊക്കെ എടുത്ത് കാണട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. വല്ലാത്തൊരു വിഷമമായിപ്പോയി കേട്ടപ്പോ. ഞാൻ വിചാരിച്ചു, ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം കണ്ടു അദ്ദേഹത്തെ ചില ഫംഗ്ഷനും വിവാഹത്തിനും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ആരോഗ്യം ശരിയായി വരുന്നുണ്ട് എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാണ്? ആത്മാർത്ഥമായിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിങ്ങനെ അങ്ങനെ അധികം ഞാനൊരാളെ ശരി ഇത്ര കാലമായി ഞാനാണെങ്കിലും കുറെ കഴിയുമ്പോൾ പോണം. പക്ഷെ ശ്രീനിയേട്ടനൊന്നും മലയാള സിനിമയിൽ ഇത്ര പെട്ടെന്ന് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മുടെ കയ്യിലല്ലല്ലോ ഈ ഒരു കാര്യം മാത്രം. അത് പലരും മറന്നുപോകും എന്നുള്ളതാണ് സത്യം. ഇത്രയും വലിയൊരു കലാകാരൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇനി മലയാള സിനിമയിൽ ഒരു അഭിപ്രായം പറയാൻ പോലും കിട്ടത്തില്ല എന്നുള്ളത്. അതായത് ഈ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്വഭാവം, വെട്ടിത്തുറന്ന് പറയുന്ന കാര്യം, ആരെയും ഭയപ്പാടില്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനമാകട്ടെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന സിനിമകളിലൂടെ ആവട്ടെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങള് നമ്മൾ ആരും കേൾക്കാതെ ഒരു നാടകീയത കലർത്തി ഒരു സന്ദേശം ചുമ്മാ പറയുക എന്ന് ഇന്നേ വരെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മൾ ഇതുപോലത്തെ കഥ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈശ്വര ഇത് സത്യമാണല്ലോ, നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ ഒരാളിനെ, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചൊരു സംഭവം നമ്മൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ആത്മാർത്ഥതയായിരുന്നു ഉണ്ടല്ലോ. ആ ഒരു നിലപാടുകളാണ് സിനിമയ്ക്ക് വരേണ്ടത്. സിനിമ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളടക്കം മാധ്യമങ്ങളെല്ലാവരും പറയുന്നുണ്ട്, ദൃശ്യ മാധ്യമം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു. എങ്ങനെ? അവര് സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികളിലൂടെ വേണം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലേ? അല്ലാതെ നമുക്ക് ലോകത്ത് നടക്കാത്ത കഥയെടുത്ത് അതൊക്കെയാണ് ഞാനും പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഈ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ശ്രീനിയേട്ടന് അറിയാമല്ലോ. എന്താണ് ആ പടമൊക്കെ എന്നാലോചിച്ചു. ഇന്ന് അതൊക്കെ തന്നെയല്ലേ ഒരു വീട്ടിൽ നടക്കുന്നത്. പല വിശ്വസിക്കുന്ന മക്കളത് വൃത്തിയില്ലാത്ത അച്ഛനമ്മമാര്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അതൊന്നും ഇനി കിട്ടില്ല. എന്ത് പറയാനാണ്? നമുക്കൊരു വിഷമം.